അൽജാഫർ ക്യാമ്പിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയാണിത്. കാര്യം മിസൈലുകളൊന്നും വീഴാത്ത ഒരു ദിവസമാണിത്. എല്ലാവരും ഒരു മൂകത മാത്രമേ ഉള്ളൂ ഇപ്പോൾ. മറ്റേ സൗണ്ടും ആകാശത്തൂടെ കുറേ മിസൈൽ പൊട്ടിയും അലാറവടിയും ഒക്കെ കൂടെ കണ്ടുകൊണ്ടിരുന്നു. ആകാശം പോലും കണ്ടില്ലേ, മഴയ്ക്കൊരു ചാൻസ് കൂടെ ഉള്ള ഒരു ദിനമെന്ന് കൂടി തന്നെ പറയാം. എല്ലാം ഒരു മൂകത, എന്താണോ എന്തോ, എല്ലാം ഒരു മൂടാപ്പ് പോലെയൊക്കെ ഉണ്ട്. സമയം 4 മണി ആയതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടുത്തെ ഇത്ര മിസൈൽ കുറേ എണ്ണം ഇവിടെ തന്നെ വീണത്. കാര്യം പൊട്ടിക്കുന്ന സമയത്ത് ഇവിടെ തന്നെ കുറേ എണ്ണം വീണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രാവിലെ ഞങ്ങളൊരു 7 മണിയായപ്പോൾ, കാലത്തെ 7 മണിയായപ്പോൾ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഇവിടെ വീണു. നമ്മൾ പോയി കണ്ടു. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെ നിരോധനമുള്ളത്, അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഞങ്ങളിപ്പോൾ ഇപ്പോൾ 4:30 ആയപ്പോഴത്തെ അവസ്ഥയാണിത്. ഒരു മൂടാപ്പും കാര്യങ്ങളും എല്ലാം കൂടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ നിൽക്കുക. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ഗ്രൗണ്ടിലോട്ടൊന്ന് പോകാം. പന്ത് കളിക്കുന്ന ഗ്രൗണ്ട് ഏരിയ ഉണ്ടല്ലോ, കണ്ടില്ലേ, 4 സൈഡ് നോക്കിയാൽ ഇത് തന്നെ ഒരു മൂടാപ്പ് പോലെയൊക്കെ എന്തൊക്കെയോ വരാനുള്ള ഒരു രൂപം. എന്തായാലും നമുക്ക് ഗ്രൗണ്ടിൻ്റെ ഭാഗത്തോട്ടൊന്ന് പോകാം. അവിടെ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ. നമ്മുടെ കുഴപ്പമൊന്നുമില്ല. ഇന്നെന്തായാലും വലിയ പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലാത്ത ഇന്നത്തെ ദിവസം ഇത്രയും പോയി. അപ്പോൾ ഇതായതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ, കളി കാണാനും എല്ലാത്തിനും കൂടെ. പണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ ഒരാൾ പോലും ഇല്ലായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കണ്ടില്ലേ, 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തെ ആൾക്കാരുടെ ബഹളമായി ഇപ്പോൾ ഇവിടെ. ഇവിടുത്തെ ഗ്രൗണ്ട് ഏരിയ ആണിത്. ക്രിക്കറ്റ് നടക്കുന്നുണ്ട്, 2 സൈഡിൽ വോളിബോൾ നടക്കുന്നുണ്ട്, ഫുട്ബോൾ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരെണ്ണത്തിൻ്റെ കിടപ്പ് കണ്ടില്ലേ, ഇത് അടിച്ചിട്ട് ഫിറ്റായി കിടക്കുന്നുണ്ട്. ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട് ഗ്രൗണ്ടിൽ കളി കാണാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അങ്ങോട്ട് നീങ്ങി നോക്കാം ഇനി എന്താണെന്നുള്ളത്. കളി ഇങ്ങോട്ട് നോക്കാം. മറ്റേ പന്തുകളി ഇവിടെ ഇങ്ങനെ നടക്കും, ആൾക്കാരും കാണത്തില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ ഇത്രയും ആൾക്കാരെ ഇവിടെ കാണുന്നത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വോളിബോൾ കളിയുടെയും ഫുട്ബോൾ കളിയുടെയും ഒക്കെ. അന്ന് ഇത്രയും ആൾക്കാരില്ലല്ലോ. അപ്പോൾ 4 ദിവസം അവധി ആയതുകൊണ്ട് എല്ലാവരും വെളിയിലിറങ്ങി. തന്നെയല്ല, ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ എല്ലാം ഇങ്ങനെ വെളിയിൽ നിൽക്കുക. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം യാതൊരുവിധ ശബ്ദവും സൗണ്ടും ഒന്നും ഇല്ലാതെ, മിസൈലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും നേരമായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഇനിയിപ്പം രാത്രിയിലത്തെ കാര്യങ്ങൾ അറിയില്ല. രാത്രി മറ്റേ വെളുപ്പിന് 1 മണി 2 മണിക്കും അല്ലെങ്കിൽ വെളുപ്പിന് 5 മണിക്കും ഒക്കെയാണ് ഈ അലാറം അടിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ അലാറം അടിക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അലാറം അടിക്കുമ്പോൾ ആൾക്കാരൊക്കെ അകത്ത് കയറേണ്ട ആൾക്കാർ ഇതെല്ലാം വെളിയിലോട്ടാണ് ചാടുന്നത്. കാര്യം ഇതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് എല്ലാവരും വെളിയിലോട്ട് ചാടും. അപ്പോൾ ഇവിടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ നിരോധിച്ചിരിക്കുന്ന ടൈമാണ് ഇപ്പോഴെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും ഇതെടുക്കാൻ പാടില്ല. 2 വർഷം തടവും 2 ലക്ഷം രൂപ 2 ലക്ഷം ദിർഹം പിഴയാണ്. പോരാത്തിന് ഇവിടുന്ന് ക്യാൻസലും ചെയ്ത് പറഞ്ഞു വിടും. അപ്പോൾ ആ ഒരവസ്ഥയാണ് ഇവിടുത്തെ ഇപ്പോൾ എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ഇതായതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ടൊന്നും ഇന്ന് യാതൊരു പ്രഹരങ്ങളും ഇറാൻ ഏൽപ്പിച്ചിട്ടില്ല. ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്ന് ഇതുവരെ. പിന്നെ ഒരു മഴക്കോളൊക്കെ ഉണ്ട് ആകാശത്ത്, കണ്ടില്ലേ, ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് രാത്രിയിലത്തെ അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ലൈക്ക്, ഷെയറും കമൻറ്റും ചെയ്യുക.
നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ തെറ്റുകളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവർക്കും സൂചിപ്പിക്കാവുന്നതാണ്, ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി അച്ചൂസ് ഫാമിലി ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരണം വരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.